ഇവിടെ കോടികളാണ് കൊടുക്കുന്നത്. ആ കോടികൾ പോകട്ടെ, ആയിരങ്ങൾ കൊടുത്താൽ സ്വന്തം ആയിരക്കണക്കിന് ജോലിക്കാർ എത്ര സന്തോഷിക്കും. അവരുണ്ടായത് കൊണ്ടല്ലേ നമുക്ക് കോടികൾ ഉണ്ടായത്. നിങ്ങളുടെ ആദ്യത്തെ കടപ്പാട് നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന നിങ്ങളുടെ ആമിലീങ്ങളോടാണ്. അവർക്ക് നിങ്ങൾ ശമ്പളം കൊടുക്കും. ഏത് നിസ്സാരമായ ശമ്പളത്തിന് നാളെ കിട്ടും. അതാണോ അവസ്ഥ? ജോലി കിട്ടാത്തതിന്റെ പേരിൽ ഇപ്പൊ ഗൾഫിലൊക്കെ ആണെങ്കിൽ 1000, 1200, 1300 ദിർഹമോ റിയാലോ ശമ്പളം എന്ന് പറഞ്ഞ ആളുകൾ കയറും ജോലിക്ക്. എന്തിന്? അതെങ്കിലും അതാവട്ടെ. പക്ഷേ ആ മനുഷ്യൻ ചെയ്യുന്ന അധ്വാനം കൊണ്ട് ആയിരങ്ങളും 10,000ങ്ങളും ഈ മുതലാളിക്ക് ലഭിക്കുമ്പോ ആ പാവപ്പെട്ട ജോലിക്കാരന് ശമ്പളം വർദ്ധിപ്പിക്കേണ്ട ഒരു ബാധ്യത ഇയാൾക്കില്ലേ? അയാൾ ഗതികെട്ടിട്ടാണ് നിൽക്കുന്നത്. സ്വന്തം റൂമിന് ചെലവും ഭക്ഷണവും കഴിഞ്ഞാൽ എന്താ ബാക്കിയുണ്ടാവുക? എന്തുണ്ടാകും കയ്യില്? അതിന്റെ പേരിൽ അവർ മോഷ്ടിക്കാൻ അവർ നിർബന്ധിതരാകുന്നു. അനിയന്ത്രിതമായി സമ്പാദിക്കാൻ അവർ നിർബന്ധിതരാകുന്നു. ജോലിയിൽ കള്ളത്തരം കാണിക്കാൻ അവർക്ക് തോന്നി തുടങ്ങുന്നു. ഇതൊക്കെ ചെയ്യുമ്പോ അവനവന്റെ ലേബേഴ്സിന്, അവനവന്റെ എംപ്ലോയീസിന് കൃത്യമായ ശമ്പളം നമ്മൾ നൽകുന്നുണ്ടോ? അവർക്ക് ഒരു മാന്യമായ ഒരു മാർക്കറ്റ് സ്കെയിൽ അതുണ്ടാകുമല്ലോ ഏതൊരു നാട്ടിലും. അത് കൊടുക്കണം. ഏറ്റവും ചെറിയ ശമ്പളം കൊടുത്താലും ആളുകൾ നിൽക്കും മജ്ബൂറ് കൊണ്ട്, വേറെ ജോലി കിട്ടാത്തത് കൊണ്ട്. എന്നിട്ട് ഇവിടെ കോടികളാണ് കൊടുക്കുന്നത്. ആ കോടികൾ പോകട്ടെ, ആയിരങ്ങൾ കൊടുത്താൽ സ്വന്തം ആയിരക്കണക്കിന് ജോലിക്കാർ എത്ര സന്തോഷിക്കും. അവരുണ്ടായത് കൊണ്ടല്ലേ നമുക്ക് കോടികൾ ഉണ്ടായത്. അതുകൊണ്ട് മുതലാളിമാർ ശ്രദ്ധിക്കുക, അവനവന്റെ ജോലിക്കാരോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്. അവരെ കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് നാട്ടുകാരുടെ വിഷയം നോക്കേണ്ടതുള്ളൂ. ആ ജോലിക്കാർ ഉണ്ടായതിന്റെ പേരിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ പൊതുരംഗത്ത് ഇറങ്ങാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകാനും നിങ്ങൾക്ക് കാരണമാകുന്നത്.